ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ പതിയെ പതിയെ ബ്രസീൽ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അവർ സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആ മത്സരത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ബ്രസീലിന്റെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആണ്. 5 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 1 ഗോൾ മാത്രമാണ് ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ വഴങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ വിനി കസഗ്രാൻഡെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിക്ക് നല്ല ചങ്കുറപ്പുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേവലം പേരുകൊണ്ട് മാത്രം അദ്ദേഹം താരങ്ങളെ ടീമിലേക്ക് ഉൾപ്പെടുത്തില്ല, മറിച്ച് ടീമിനോട് വളരെയധികം ആത്മാർത്ഥതയുള്ള താരങ്ങളെ മാത്രമാണ് അദ്ദേഹം കളിപ്പിക്കുക. അല്ലാത്ത താരങ്ങളെ കാർലോ ആഞ്ചലോട്ടി ഒഴിവാക്കുന്നു എന്നാണ് വിനി കസഗ്രാൻഡെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീൽ ടീം കളിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഈ പരിശീലകൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗോളുകൾ വഴങ്ങാതിരിക്കുക എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മാത്രമല്ല, പേര് കൊണ്ട് ഒരാളെയും അദ്ദേഹം ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കില്ല. ടാക്ടിക്കലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത താരങ്ങൾക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹം അവസരം നൽകുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ബ്രസീലിയൻ ആരാധകർക്ക് ഇതുവരെ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷകൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ശുഭാപ്തി വിശ്വാസം ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ എല്ലാ ഏരിയകളിലും ഇപ്പോൾ പുരോഗതികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ച് കസഗ്രാൻഡെ പറഞ്ഞിട്ടുള്ളത്. നല്ല ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എല്ലാ ഏരിയകളിലും ഇപ്പോൾ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രസീൽ. ഇനിയിപ്പോൾ നാളെ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ജപ്പാനാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരത്തിലും ഒരു കിടിലൻ വിജയം ബ്രസീൽ സ്വന്തമാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.